പരിശുദ്ധാത്മാവേ, കർത്താവേ, എന്നെയും എന്റെ മക്കളെയും എന്റെ നാട്ടുകാരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇവരിലുള്ള പൈശാചികതയെ ഞാൻ ഇത്തിരി സമാധാനത്തിന് വേണ്ടി വീട്ടിലേക്ക് കയറുവന്ന്. അപ്പൊ അപ്പനിങ്ങനെ പോവുക, നാട്ടുകാർ വിചാരിക്കൂലേ ഞങ്ങൾ അപ്പനെ എടുത്തിട്ട് ഇടിക്കുവാന്ന്. വഴിതെറ്റിയ രണ്ടെണ്ണം എത്തിയല്ലോ. അപ്പനെ പ്രാർത്ഥിക്കണമെങ്കിൽ റൂമിൽ പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചൂടെ? ഏത് ബൈബിളിലാണ് അപ്പൊ കിടന്ന് അലറാൻ പറഞ്ഞേക്കണേ? പള്ളിയിലും കയറാതെ നാട്ടുകാരുടെ വായിൽ നോക്കി നടക്കുന്ന നിനക്കൊക്കെ എന്റെ പ്രാർത്ഥന അലർച്ചലാന്ന് തോന്നും. എടാ, അതൊക്കെ സാത്താന്റെ തട്ടിപ്പാ. തുടങ്ങി. എന്താടാ ഇതൊക്കെ? നീ ഒന്നും ഒട്ടും അപ്ഡേറ്റഡ് അല്ലല്ലോടാ. അപ്പനായിപ്പോ എന്റെ വായിന്ന് കേക്കൂട്ടോ. കിടന്ന് ചിലക്കാതെ ഒന്ന് അടിച്ച് നനച്ച് കുളിച്ചിട്ട് വാ. അപ്പം നല്ല പോത്തുകറിയും കപ്പപ്പുഴുക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ഇത്രയും നല്ല ആഹാരം ഒരുക്കി തന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാവുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, അങ്ങ് പരിശുദ്ധനാവുന്നു. ഹലേ ആക്രാന്നാണ് എടുത്ത് കഴിക്കണം മക്കളെ. എടാ മക്കളെ, അപ്പം 4 നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാ? എന്റെ മക്കൾക്ക് വേണ്ടിയാ. മക്കളെ, അപ്പന്റെ വറുത്തരച്ച പോത്തുകറി എങ്ങനെയുണ്ടാ? അപ്പനെ പോലെ തന്നെ. നിന്നെയൊക്കെ കാണുമ്പോ എനിക്കും അതാ തോന്നണേ. അങ്ങ് ഒത്തില്ല. അപ്പോ മാമോദിസം മുക്കിയതിന്റെ അന്ന് മുങ്ങിയതിന് ശേഷം എന്റെ മക്കള് പള്ളി കണ്ടിട്ടുണ്ടോ? നാളെയെങ്കിലും ഒന്ന് വാടാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കുർബാന കൂടിയിട്ട് വരാം. ഒന്ന് പോയപ്പാ. ഈ മതത്തിന്റെ പേരിൽ കുറെ ഉടായ്പകളും അത് പൊക്കി പിടിച്ചോണ്ട് വരാൻ അപ്പനെ പോലെ കുറെ മണ്ടന്മാരും. ദൈവമില്ല. ദൈവമൊന്നുമില്ല. കർത്താവേ, ഇവര് പറയുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണേ. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആമേൻ. ഒരു മാറ്റവും ഈ ആഴ്ചയും 10 പേര്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി. ഈശോയിൽ പ്രിയമുള്ളവരെ, 19 കുടുംബങ്ങളുള്ള ഈ ഇടവകയില് ഒരു 10 പേര് പോലും തികച്ച ആരാധനയ്ക്ക് ഇവിടെ വരാറില്ല. ഇങ്ങനെ പോയാലും നമ്മുടെ പള്ളി അടച്ചു കൂട്ടേണ്ടി വരും. എല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ച് നമ്മുടെ പള്ളി ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം. എനിക്ക് വരെ ഒന്നും പറയാനില്ല. സബാനെ, അച്ചോ, ആളുകൂടാ നമ്മൾ ഇനി എന്ത് ചെയ്യും സബാനെ? ഞാൻ ഒരു ഐഡിയ പറയട്ടോ. ഓരോ സ്ഥലത്തെ പോലെ പ്രതിമയുടെ കണ്ണിൽ നിന്ന് ചോരയും നീരും വരുന്ന ഒരു ഐറ്റം അതെടുത്ത് അങ്ങ് കീച്ചാലോ? നിന്റെ മൂക്കിൽ ചോര വരുന്ന ഒരു ഐറ്റം ഞാൻ എടുത്ത് കീച്ചട്ടെ. അത് വേണ്ടോ, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ബ്രദർ ലിബിൻ പാലിങ്കലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിലേക്ക് നിങ്ങളെവരെയും വേണ്ട. ആണുങ്ങൾ നടത്തുന്ന പരിപാടിയുടെ അനൗൺസ്മെന്റ് ആണ് പോണം. കേട്ടിട്ട് കൊതിയാവുന്നു. അച്ഛനെ ഇവിടെ കൊതം പിടിച്ചിരുന്നോ? അവരുടെ പള്ളിക്കാരുണ്ടല്ലോ, ഉപ്പിന് ഉപ്പ്, വീടിന് വീട്, ജോലിക്ക് ജോലി, നൂലുകെട്ട്, പാല് കാച്ച, അങ്ങനെ എല്ലാത്തിനും സഹായമാണ്. ഇതൊരു മുട്ട സൂചിയും സഹായമല്ല. നമ്മുടെ പള്ളിയിൽ ആര് വരാനാണ്? അത്ര കഷ്ടപ്പെട്ട ആരും വരണ്ട. എനിക്ക് സബാനെ പോലെ കർത്താവിൽ വിശ്വാസമുള്ളവർ വന്നാൽ മതി. അച്ഛോ, അച്ഛൻ നോക്കിക്കോ, ഒരിക്കൽ നമ്മുടെ ഈ പള്ളി ലോകം മുഴുവൻ അറിയപ്പെടും. ഇവിടെ വിശ്വാസികളെ കൊണ്ട് നിറയും. ആ ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി എന്റെ ജിജോയുടെയും ജിൻഡോയുടെയും വിവാഹം ഞാൻ ഇവിടെ വെച്ച് നടത്തും. എല്ലാം കറക്റ്റാ, പക്ഷെ ലാസ്റ്റത്തെ മാത്രം കർത്താവിനെ കൊണ്ട് കൂട്ടിയ കൂടൂല.
എത്ര നേരമായി കാത്തിരിക്കുന്നു? സൈക്കിളിനൊക്കെ ഒരു പരിധിയില്ലേ? സമയം എന്നായിന്നറിയാം. വെറുതെ മനുഷ്യനെ പൊന്നിയേട്ട വണ്ടി വിട്. അത് സ്റ്റാർട്ടാവുന്നില്ല. അതാ എന്നാ പറ്റിയതാണ്. അപ്പൊ ശരിയാവും. എന്ത് കാണിച്ചോണ്ടിരിക്കുവാ? എത്ര സമയമായി? പോവാൻ പാടില്ലേ? സമയം എത്രയായി? ഇതിന്റെ എഞ്ചിനൊന്ന് അടിച്ചു നോക്കാവോ ഏട്ടാ? സെബാസ്റ്റ്യൻ BP. ആരാ? മനസ്സിലായില്ല. നിനക്കെന്റെ ഓർമ്മയില്ല? ഇല്ല. കട്ടച്ചിറ LP സ്കൂള്, 50 കൊല്ലം മുമ്പ്, 4ാം ക്ലാസ്. ലിസി, ചോറ്റുപാത്രം, മുട്ട വറുത്തത്. നിനക്ക് ഓർമ്മയില്ല? ഉണ്ണികൃഷ്ണൻ കയറ്റി. അതേടാ. എത്ര കാലായി. നീ ഇവിടെ? പറയാം. സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു ഞാൻ. ജീവിതത്തിൽ തോറ്റുപോയിടും. ഉള്ളതെല്ലാം മക്കൾക്ക് വിധിച്ചു കൊടുത്തു. ഇപ്പൊ അവർക്ക് എന്നെ വേണ്ട. ഞാൻ ഒറ്റയ്ക്കാണോ? എഞ്ചിൻ പഞ്ചറായിരിക്കുക. ഏറിയാൽ ഒരാഴ്ച ഇതുപോലെ വെള്ളം പതിപ്പിച്ച് ഞാനും ഇവിടെ നിന്ന് പോകും. ഇങ്ങനെയൊന്നും പറയല്ലോ ഉണ്ണി. ഞാൻ സത്യമാണാ പറഞ്ഞത്. ചത്താൽ ഇവിടെ കിടന്ന് പുഴുക്കില്ല. മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുക. ആർക്കും വേണ്ടാത്ത ഞാൻ അവർക്കങ്ങനെ ഉപകാരപ്പെട്ടെ. നല്ല സമയത്തോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിലും എനിക്ക് പുണ്യം കിട്ടുമല്ലോ സവാലെ. നീ വിഷമിക്കാതെ, ഞാനില്ലേ. അപ്പച്ച കഴിച്ചായിരുന്നോ? ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും ഉണ്ട്, എന്റെ മക്കളൊഴികെ. ചത്താ പോലും എന്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നീ അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം ശരിയാവും ഉണ്ണി. ധൈര്യമായിട്ട്. ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം തിരക്കി. അച്ഛാ, എന്റെ പഴയ സുഹൃത്താ, ഒന്നിച്ച് പഠിച്ചവരാ. എല്ലാവരും കൂടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസിക്കുക അല്ലേ? നമുക്കിറങ്ങിയാലോ? ഓ, അച്ഛനങ്ങ് നടന്നു, ഞാൻ ദേ വരുന്നു. ഓ ഉണ്ണി, നീ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ വന്ന് കണ്ടോളാം, പ്രാർത്ഥിച്ചോളാം. ധൈര്യമായിട്ടിരിക്കെ. എന്താ സവാനെ? ചെറുപ്പത്തിലെ ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. ആഹാ. മക്കളാരും അയാളെ തിരിഞ്ഞു നോക്കണില്ല അച്ഛാ. പാവം. അച്ഛാ, ഓ, ഈ മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരം പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുന്നതിനെ കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താ? അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാനും ചിന്തിക്കാനൊക്കെ ഒരു നല്ല മനസ്സ് വേണം. നന്മയുള്ളവർക്ക് അതൊക്കെ സാധിക്കും. അച്ഛാ, ഇതിന് നമ്മുടെ മതം എതിരൊന്നുമല്ലല്ലോ. നമ്മുടെ മതമല്ല, ഒരു മതവും ഇതിനെതിരല്ല. അതൊരു പുണ്യപ്രവൃത്തിയല്ലേ? അവർക്ക് മുമ്പിൽ സ്വർഗവാതിൽ എപ്പോഴും തുറന്നു കിടക്കും.
പിന്നെ അടി തുടങ്ങിയേക്കണ്. അപ്പനടിക്കുവാണോ? ആഹാ, അപ്പൊ എന്തോ കാര്യം ഉണ്ടല്ലോ. എന്താ അപ്പ കാര്യം? ഒരു കാര്യമുണ്ട്. ആഹാ, ഒരു കാര്യമില്ലാത്തോണ്ട് ഞങ്ങൾ അടിക്കാണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ കാര്യമായില്ലേ? ആ പിന്നെ എന്റെ അമ്മ, അതും അപ്പന്റെ കാര്യേ. നിപ്പരടിടാ. ഇനി പറയപ്പാ, എന്താ കാര്യം? അപ്പനൊരു സങ്കടം ഉണ്ടടാ. അപ്പന്റെ മനസ്സ് ഇന്ന് ഒരുപാട് വേദനിച്ചടാ. എടാ പറഞ്ഞത് കേട്ടോ, അപ്പന്റെ മനസ്സ് വേദനിച്ചത്. അപ്പൊ രണ്ടര അടിക്കണ്ടേ? പിന്നെ ഇന്ന് പിടിച്ച അപ്പൊ ഞാൻ അടിക്കണ്ട. അപ്പൊ ഞങ്ങളിങ്ങനെ കുടിയന്മാരാക്കാണ്ട് ഇനിയെങ്കിലും അപ്പൊ കാര്യം പറഞ്ഞു. പിടിച്ചേ. അപ്പന് നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പറയപ്പാ. അവൻ പോയി ഞങ്ങൾ എങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നവരാടാ. ഇന്ന് അവന്റെ കണ്ണിലെ വേദന ഞാൻ കണ്ടു. ഒരു കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊന്ന് വീണുപോയാലും എന്റെ ഇടവും ബലവും നിൽക്കാൻ എന്റെ പൊന്നോമനും മക്കളുണ്ടെനിക്ക്. അപ്പൻ എന്ത് തേങ്ങയൊക്കെയാണ് ഈ പറയണത്? ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ മക്കള് എനിക്കത് നടത്തി തരണം. ആ, ആദ്യം അപ്പനെ നടത്തി തരാം. ഇനി വന്നേ. ഞാൻ പറയട്ടെ, എന്റെ വാ, വലിയൊരു ആഗ്രഹമാണ്. ഇവിടെ വന്നിരുന്ന് പറഞ്ഞു. എനിക്ക് സ്വർഗത്തിൽ പോണടാ. അപ്പം പറയപ്പാ, അപ്പന്റെ ഏത് ആഗ്രഹവും ഈ ജിൻഡോ നടത്തി തരും. ഈ ജിജോയ് ഉറപ്പാണോ? എന്നാ പറയാം. എടാ മക്കളെ, അപ്പം മരിച്ചാൽ അമ്മച്ചിയുടെ കുഴിമാടത്തിന്റെ തൊട്ടടുത്ത് അടക്കും. അടക്കരുത്. പിന്നെ പഠിക്കാൻ കൊടുക്കണം. മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക്. എന്തിന്? എന്ത് കാര്യത്തിന്? പിന്നെ ഒരു പുണ്യാളം വന്നു ഒന്ന് പോയപ്പാ. വയസ്സാം വേറെ പണിയൊന്നുമില്ലെന്ന് പറയുന്നത് ചിന്തിച്ചു കൂട്ടിട്ടേ ഒന്ന് പോയേ. വയസ്സൊക്കെ എങ്ങനെ ചിന്തിക്കാൻ? ഇത്രയും കാര്യമായി വളർത്തി നിങ്ങളെ ഇവിടം വരെ ആക്കിയിട്ട് തുടങ്ങി. അപ്പന്റെ ആഗ്രഹം നടത്തി തരേണ്ടത് മക്കളുടെ കടമയാടാ. പറ്റിയല്ലേ? സെന്റിമെന്റ്സ് തുടങ്ങി. വേണ്ട, ചെല്ല്. മക്കക്കഞ്ഞി ദുഃഖക്കഞ്ഞിയാ. അപ്പോ അപ്പൻ ആഗ്രഹിച്ച പോലെ അപ്പനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കാം. ഇപ്പൊ കൊടുക്കണം? വേണ്ട, ചത്തിട്ട് മതി. ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയിലടാ. ഒന്നുകിൽ സൗന്ദര്യം വേണം, അല്ലെങ്കിൽ സമ്പാദ്യം വേണം. ദൈവം സഹായിച്ചത് രണ്ടും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ആകെ ഉള്ളതേ നല്ല ചീത്തപ്പേരാണ്. ആ പേരും കൊണ്ട് ഇപ്പൊ പോയിട്ട് ഒരു കാര്യമില്ല. ഒരു പോസിറ്റീവ് കാര്യത്തിന് പോകുമ്പോ നെഗറ്റീവ് പറയല്ല. ഞാൻ പറഞ്ഞത് റിയാലിറ്റിയാ. കേട്ടിട്ടില്ലേ? റിയാലിറ്റി, യാഥാർത്ഥ്യം. നീ എന്റെ താളം വീട്ടിലും കേട്ട് അതിങ്ങ് വന്നാടാ. അവളുമാരെ ഓരോ വഴിക്ക് പോകും. രണ്ടാളും ഒറ്റയ്ക്ക് പോണ്ട. നീയൊക്കെ ഇടിയും കൊണ്ട് കിടക്കുമ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആള് വേണ്ട. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ 3 പേരായിട്ട് ഇറങ്ങിയാൽ. നീ ഒരു വെള്ളം മേടിച്ചടാ. വെള്ളം ബാക്കി ആവശ്യം ഞാൻ മഞ്ജു വാങ്ങും. അത് മേടിച്ചു. ഓക്കേ, അപ്പൊ മഞ്ജ് പോയി. താങ്ക്സ് അളിയാ. ബാക്കി കാശ് ചപ്പിക്കോ.